മണിപ്പൂരിൽ രാഷ്ട്രപതിഭരണം ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ മണിപ്പൂർ ഗവർണർ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. കലാപസമയത്ത് കലാപകാരികൾ കൊള്ളയടിച്ച പോലീസ് ഡിപ്പോയിൽ നിന്നുള്ള ആയുധങ്ങൾ തിരികെ എത്തിക്കണം. അതിനായി നൽകിയത് 7 ദിവസമായിരുന്നു. ആ 7 ദിവസം ഇന്നലെ കൊണ്ട് പൂർത്തിയായി. ആ 7 ദിവസത്തിനുള്ളിൽ ആദ്യം കുക്കി സംഘടനകളായിരുന്നു ആയുധം വെച്ച് കീഴടങ്ങിയതെങ്കിൽ കഴിഞ്ഞ ദിവസം മെയ്ത്തികളിലുള്ള തീവ്ര സംഘടനയായ അരബൻ ടെങ്കോകളും അവരുടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയുണ്ടായി. പക്ഷേ കൊള്ളയടിച്ചുകൊണ്ട് പോയ ആയുധങ്ങളിൽ പകുതി പോലും തിരിച്ചെത്തിയില്ല എന്ന കണക്കൂട്ടിലാണ് ഭരണകൂടം. അതിനിടയിൽ ഇന്ന് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനുമാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നീക്കമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കുക്കി മേഖലയിലുണ്ടായിരുന്ന പോപ്പി കൃഷി വ്യാപകമായി തന്നെ സൈന്യം നശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കുക്കി മേഖലകളിലേക്ക് മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം സ്ഥാപിച്ചിരുന്ന ചെക്ക് പോസ്റ്റുകൾ സൈന്യം നീക്കം ചെയ്തിരുന്നു. മെയ്ത്തികളുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്നു ഈ കുക്കി മേഖലകളിലെ ഈ അനധികൃതമായി കൃഷി, ഈ പോപ്പി കൃഷി, അതായത് മയക്കുമരുന്ന് കൃഷി ചെയ്യുന്നു. അതുമൂലം വിറ്റ് വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു. ഒപ്പം തന്നെ അതിർത്തി കടന്ന്, മ്യാൻമാർ അതിർത്തി കടന്നും മറ്റുമൊക്കെ കുക്കികൾക്ക് സഹായമെത്തുന്നു. അത് തടയിടണമെന്നൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഈ ആയുധങ്ങൾ കുറച്ചെങ്കിലും തിരിച്ചെത്തിയതിൽ ഒരു ആശ്വാസം സർക്കാർ കാണുന്നുണ്ട്. സമാധാനത്തിൻ്റെ ഒരു പാതയെന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കുമെന്നാണ്. പക്ഷേ ഈ ബാക്കിയുള്ള ആയുധങ്ങൾ കണ്ടെത്താനായി ഒരു കടുത്ത നടപടിയിലേക്ക് പട്ടാളം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മണിപ്പൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ പട്ടാളത്തെ കൂടുതലായി വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുക കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.